ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനദർ വീഡിയോ. നമ്മൾ ഇന്ന് പോകുന്നത് പിഗ്മി സൂയിലേക്കാണ്. പിഗ്മി സൂ അജ്മാൻ എന്നത് അജ്മാൻ എമിറേറ്റിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ സൂ ആണ്. ഇവിടെ സന്ദർശകർക്കായി വിവിധ ജീവജാലങ്ങളെ കാണാനുള്ള അവസരം നൽകിയിട്ടുണ്ട്. അതിൻ്റെ അനുഭവം കുടുംബങ്ങൾക്കും ആനിമൽ ലവേഴ്സിനും ഒരു സവിശേഷ അനുഭവമാകുന്നു. ഈ സൂവിൻ്റെ പേരിലേക്ക് തന്നെ എടുത്തു പറയാവുന്ന പിഗ്മി ആടുകൾ ഈ സൂവിൻ്റെ പ്രധാന ആകർഷണങ്ങളാണ്. കൂടാതെ വിവിധ തരത്തിലുള്ള മറ്റ് ജീവജാലങ്ങളും പക്ഷികളും റെപ്റ്റൈൽസിനെയും കാണാൻ പറ്റും. ഓരോ ടിക്കറ്റുകൾക്കും 25 ദർഹമായിരുന്നു. 12 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് 15 ദർഹം. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തു ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഗേറ്റ് കടന്ന് ഉള്ളിലേക്ക് പ്രവേശിച്ചു. കയറി വന്നപ്പോൾ തന്നെ വളരെ അതിശയകരമായ ഒരു കാഴ്ചയാണ് കണ്ടത്. ഒരു ചെറിയ കുട്ടി ഒരു വലിയ പാമ്പിനെ തോളലിട്ട് ഇരിക്കുന്നു. ആ കുട്ടിക്ക് യാതൊരു വിധമായ ഒരു പേടിയൊന്നും ഇല്ലാതാണ് ആ ഇരിപ്പ്. ഇപ്പോൾ നമ്മൾ പ്രവേശിക്കുന്ന ഒരു ചെറിയ ഒരു ഷോപ്പിലേക്കാണ്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മേടിക്കാനായിട്ട് ചെറിയ ബേർഡ്സൊക്കെ ഉണ്ട് അവിടെ. പിന്നെ അതിനുള്ള ഫീഡുകളുണ്ട്. അങ്ങനെ കുറച്ച് ആനിമൽസും ഒക്കെ ഉള്ള ഒരു ചെറിയൊരു ഷോപ്പാണ്. പലതരത്തിലുള്ള ബേർഡ്സ് ഉണ്ട് ഇവിടെ. ഇനി നമ്മൾ പോകുന്നത് ചെറിയ ആമകൾ കാണാനാണ്. ഈ ആമകളുടെ വില കണ്ടാൽ ഓരോന്നിനും 70 ദർഹംസാണ് ഇതിൻ്റെ വില വരുന്നത്. അടുത്ത കൂട്ടിൽ കിടക്കുന്നത് ഹാംസ്റ്റേഴ്സാണ്. മൃഗങ്ങളെയെല്ലാം വളരെ വൃത്തിയുള്ള കൂടുകളിലാണ് ഇട്ടിരിക്കുന്നത്. ഇത് ചെറിയ മുയൽ, ഇത് ഒരു ഗിനിപ്പിഗാണ്. ഫൈറ്റർ ഫിഷുകൾ ഒരുപാട് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇതിനെയൊക്കെ നമുക്ക് മേടിക്കാനായിട്ടാണ് വെച്ചിരിക്കുന്നത്. അക്വേറിയംസും അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. നമുക്കത് മേടിച്ച് കൊണ്ടുപോകുന്നതാണ്. ഇത് ചെറിയ എലികളാണ്. ഇനി കാണുന്ന റാബിറ്റ്സ് വളരെ ക്യൂട്ടായിരുന്നു. അതിനെ കാണാൻ നമുക്ക് മേടിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. വളരെ നീറ്റായിട്ടാണ് അതിനെ ടേക്ക് കെയർ ചെയ്തേക്കുന്നത്. ഇത് ബാറ്റാണ്. ബാറ്റ്സിനെയും പെറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ചെറിയ ആമകളെയും കാണാൻ വളരെ മനോഹരമായിരുന്നു. ഇനി നമ്മൾ പോകുന്നത് ക്യാമൽസിൻ്റെ ഒരു ഏരിയയിലോട്ടാണ്. ഇവിടെ നമുക്ക് ക്യാമൽ റൈഡ് നടത്താം. ഹോഴ്സും പോണീസും ഒക്കെ ഉണ്ട് അതിൻ്റെ സൈഡിലായിട്ട്. അതിലും നമുക്ക് റൈഡ്സ് നടത്താവുന്നതേ ഉള്ളൂ. ഈ കാണുന്നത് നമ്മൾ ഒരു വിൻറ്റേജ് കാറിനെ കൺവേർട്ട് ചെയ്ത് കോഴികൾക്ക് താമസിക്കുന്ന ഒരു കൂടായിട്ട് മാറിയിരിക്കുകയാണ്. ഇനി നമ്മൾ അടുത്തായിട്ട് പോകുന്നത് കുറേ പീകോക്സിനെ ഇട്ടിരിക്കുന്ന ഒരു കേജ് കാണാനാണ്.
അവിടെ പീകോക്സ് മാത്രമല്ല, ഡക്സ് ഉണ്ട്, ഫ്ലെമിംഗോസ് ഉണ്ട്, പിന്നെ കാംഗറൂസും ഉണ്ട്. അങ്ങനെ നമ്മളൊരു ചെറിയ എൻക്ലോഷറിലേക്ക് കയറിയാണ്. ബേഡ്സിനെയൊക്കെ ഇട്ടിരിക്കുന്ന ഒരു എൻക്ലോഷറാണ്. അവിടെ നമുക്ക് ഫ്ലെമിംഗോസിനെയൊക്കെ അടുത്ത് കാണാൻ പറ്റുന്നുണ്ട്. അവിടെ ദൂരെയായിട്ട് കാണുന്നത് ഒരു പീക്കോക്കാണ്. പിന്നെ ഡക്സിനെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ആ റൂസ്റ്ററിനെ കടന്ന് നമ്മളിങ്ങനെ പോകുമ്പം ഒരു കൂട്ടിൽ കുറച്ച് ബഡ്ജീസിനെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇവിടെ ഡിഫറെൻറ്റ് വെറൈറ്റീസിലുള്ള താറാവുകളെ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് യമുനയും ഓസ്ട്രിച്ചിനെയും ഇട്ടിരിക്കുന്ന ഒരു കേജിൻ്റെ അടുത്താണ്. യുഎഇയുടെ ദേശീയ മൃഗമായ അറേബ്യൻ ഓറക്സ് ആണിത്. ഈ സൂവിൻ്റെ പ്രത്യേകത ഇവിടെ പ്രധാനമായിട്ടും ഫാം ആനിമൽസിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കുട്ടികളും കുടുംബങ്ങളും പ്രായോഗികമായി ജീവജാലങ്ങളെ അടുത്തു കാണുകയും അവരുമായി സംവേദനം നടത്തുകയും ചെയ്യാനുള്ള ഒരു അന്തരീക്ഷം ഒരുക്കുന്നു. ഇത് പ്രായോഗികമായ സാമൂഹികവും പരിസ്ഥിതിപരവുമായ ഒരു അനുഭവം നൽകുന്നു.
കൂടാതെ ജീവജാലങ്ങളുടെ പരിചരണം, സ്വഭാവം, വാസസ്ഥലങ്ങൾ ഇങ്ങനെ എങ്ങനെ സംരക്ഷിക്കാൻ സാധിക്കുന്നുവെന്ന് പഠിക്കാനും ഒരു അവസരം നൽകുന്നു. ഇനി നമ്മൾ എത്തുന്നത് ബേഡ്സിനെ ഇട്ടിരിക്കുന്ന ഒരു ഏരിയയിലേക്കാണ്. ഇത് സംസാരിക്കുന്ന മെക്കാവ് ആണ്. നമുക്കിതിനെ പെറ്റ് ചെയ്യാനുള്ള അവസരവും ഇവരെ ഒരുക്കിയിട്ടുണ്ട്. ഈ ഇരിക്കുന്ന ബേഡ്സിനെ നമുക്ക് പെറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. അത് നമ്മളെ കൈകളിലും തോളത്തും ഒക്കെ വെച്ച് തരും അവർ. ഇത് വളരെ വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ബേഡ്സാണ്. ഇതങ്ങനെ പറന്നു പോകുകയൊന്നുമില്ല. നമുക്ക് വളരെ കംഫർട്ടബിളായിട്ട് കയ്യിലും തോളത്തും ഒക്കെ പിടിക്കാനായിട്ട് വളരെ രസം തോന്നുന്ന ഒരു അനുഭവമാണ്. ഞാനൊരു മെക്കാവിനെ പിടിക്കാൻ തീരുമാനിച്ചു. വളരെ കംഫർട്ടബിളായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ചെറിയൊരു പേടി എനിക്ക് വന്നു, പക്ഷേ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ടാവും. പക്ഷേ ആ കിളികളൊക്കെ വളരെ കംഫർട്ടബിളായിട്ടാണ് നമ്മുടെ കൈകളിൽ ഇരിക്കുന്നത്. ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്നത് ഒരു സ്കാർലറ്റ് മെക്കാവു ആണ്. അത് കണ്ട് ഇറങ്ങി വന്നപ്പോൾ നമ്മൾ മങ്കീസ് ഇട്ടിരിക്കുന്ന ഒരു കേജാണ് കണ്ടത്. ഇത് അത്യാവശ്യം വൈൽഡായിട്ടുള്ള തരം മങ്കീസ് ആയിരുന്നു. അത് കടന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് അൽപാക്ക എന്ന് പറയുന്ന ഒരു ആനിമലിൻ്റെ അടുത്താണ്. പിന്നെ കുറച്ച് ബേബി കാങ്കരൂസിനെ നമുക്ക് കാണാൻ പറ്റും. ഈ മൃഗത്തിൻ്റെ പേരാണ് ലാമ. ഫീഡ് ചെയ്യാൻ നമുക്ക് അവസരമുണ്ട്. ഇവിടെ തന്നെ മേടിക്കാൻ കിട്ടും. അത് മേടിച്ച് നമുക്ക് ഇതിനെ ഫീഡ് ചെയ്യാവുന്നതാണ്.
ഇനി നമ്മൾ എത്തുന്നത് കുറേ വലിയ ആമകൾ ഇട്ടിരിക്കുന്ന ഒരു സ്ഥലത്താണ്. ഇത് ഒരു കുറേ കോഴികളെ ഇട്ടിരിക്കുന്ന ഒരു കേജാണ്. അതിന് തൊട്ടപ്പുറത്തായിട്ട് കാണുന്നത് ഒരു പാമ്പിൻ്റെ കൂടാണ്. സാധാരണമായി കാണുന്ന സൂയിൽ നിന്ന് വ്യത്യസ്തമായി ആനിമൽസിനെ കെയർ ചെയ്യാനും ഫീഡ് ചെയ്യാനും അതിനെ പരിപാലിക്കുന്ന രീതികൾ മനസ്സിലാക്കാനും ഒക്കെയുള്ളൊരു അവസരമാണ് ഈ സൂവിൻ്റെ വിസിറ്റ്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുറേ കുരങ്ങന്മാരുടെ ഏരിയയാണ്. ഈ കാണുന്ന കുരങ്ങൻ നമ്മുടെ ക്യാമറ തട്ടിപ്പറിക്കാൻ ശ്രമിച്ചു. അങ്ങനെ ഈ ചെറിയൊരു സൂവിൻ്റെ വിസിറ്റ് പൂർത്തിയാക്കി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു സൂൺ. ബൈ.